നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ സ്വന്തം ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ തന്നെ സ്വന്തം ഒരു അവതാർ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഫോട്ടോ ആണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, നമുക്ക് അതിനെക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയിപ്പിക്കാം. അത് ഒരു വീഡിയോ പോലെ നമുക്ക് റെക്കോർഡൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ടാഡ ടൈം എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളോട് ചില പെർമിഷൻസ് ചോദിക്കും. ഇപ്പോൾ ക്യാമറയുടെ പെർമിഷൻ, മൈക്കിൻ്റെ പെർമിഷൻ, അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ പെർമിഷൻ, പിന്നെ ലൊക്കേഷൻ്റെ പെർമിഷനൊക്കെ ഇതിൽ ചോദിക്കും. അതൊക്കെ എലോ കൊടുക്കുക. അങ്ങനെ എലോ കൊടുത്താൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇനി അതല്ല, നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് അവതാർസ് കാണിക്കും. ഇനി പുതിയ അവതാർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ അവതാർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ഒരു പുതിയ അവതാർ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോട്ടോ എടുക്കാൻ പറയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ പച്ച കളറിൽ ഒരു റൗണ്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ തല വരുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു. ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്താൽ ഇവിടെ പ്ലീസ് വെയിറ്റ് ജനറേറ്റിംഗ് ദി അവതാർ എന്ന് കാണിക്കും. കുറച്ച് ടൈം എടുക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു അവതാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴെ നോക്കിയാൽ നെക്സ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ റീടേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ മുടിയുടെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളറ്, പാൻറ്റിൻ്റെ കളറ്, പിന്നെ ഷൂസിൻ്റെ കളറ്, കണ്ണാട, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ താഴെ നമുക്ക് AR ക്യാം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഓൺ ആവും. എന്നിട്ട് നമ്മളോട് ഒരു സർഫസിലോട്ട് മൂവ് ചെയ്യാൻ പറയും. സർഫസിലോട്ട് മൂവ് ചെയ്താൽ ടാപ്പ് ടു പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു അവതാർ അവിടെ പ്ലേസ് ആവുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവതാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം. അതേപോലെ തന്നെ വലുതാക്കാം, ചെറുതാക്കാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പം ആ ഒരു ആനിമേഷൻസൊക്കെ നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളിന് ഒരു ആനിമേഷൻ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഈ ആനിമേഷൻസിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഐഡിൽ എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ അടിയിൽ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു അവതാറും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ 2-3 അവതാർ ഒരേ ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് നല്ല വലുതും ഒന്ന് ചെറുതൊക്കെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലോക്ക് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഡയലോഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ അവതാറിനെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പം പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് യുവർ വോയിസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ പറയിപ്പിക്കേണ്ടത് ആ ഒരു കാര്യം പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 30 സെക്കൻഡ് മാത്രമേ ടൈം വരുന്നുള്ളൂ. അപ്പം എന്താണോ പറയിപ്പിക്കേണ്ടത് ആ ഒരു കാര്യം റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് കൊടുക്കുക. സ്റ്റോപ്പ് കൊടുത്താൽ ഇവിടെ അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇപ്പം വോയിസ് 4 ആണ് സേവ് ആയിട്ടുള്ളത്. ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ ഈ ഒരു അവതാർ ആ ഒരു കാര്യം പറയുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അവതാർ നമ്മൾ പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ നമുക്ക് ഒരു ചുവപ്പ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ടാപ്പ് ടു പ്ലേസ് എന്ന് കാണിക്കും. അപ്പോൾ എവിടെയാണോ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ടൈപ്പ് ചെയ്യാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കളേഴ്സ് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കുറേ ഒബ്ജക്റ്റ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇനി സേവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ പേജിലോട്ട് പോകും. ഇവിടെ താഴെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് സേവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്.
ഇനി ഇതൊരു ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ആവുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.